ട്രംപിന് പിണറായി വിജയന്റെ ബാധ കയറിയിരിക്കുകയാണ്. അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മൈക്ക് എവിടെ കണ്ടാലും ഒന്നേ അത് തട്ടിത്തെറിപ്പിക്കും, ഇല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ മൈക്ക് ഊരിയെടുക്കും, അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്റർമാരെ തെറിവിളിക്കും, അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്റർമാരോട് പറയും ഇങ്ങോട്ട് വളച്ചിലെടുക്കരുത് എന്നൊക്കെ ഒരു ഭീഷണിയൊക്കെ മുഴക്കമായിരുന്നു. അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ട്രംപും കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു അമേരിക്കയിലെ ഒരു ദേശീയ മാധ്യമം ട്രംപുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തുകയാണ്. ആ ഇന്റർവ്യൂവിനിടെയാണ് ഒരു നാടകീയമായ രംഗങ്ങളെല്ലാം തന്നെ അവിടെ വൈറ്റ് ഹൗസിൽ നടന്നത്. അതായത് ട്രംപ് പറഞ്ഞത് നമുക്കിവിടെ വെച്ച് അവസാനിപ്പിക്കാം ഡാർലിംഗ് എന്നാണ്. അതായത് കാരണം എനിക്കിത് മടുത്തു, നന്ദി ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ട് ട്രംപ് മൈക്കൂരി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഈ വാക്കുകളോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് NBC ന്യൂസുമായുള്ള അഭിമുഖത്തിനിടയിൽ നിന്ന് നാടകീയമായി ഇറങ്ങിപ്പോയത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ കൃത്രിമത്വ ആരോപണങ്ങളെക്കുറിച്ചും അതിനുള്ള തെളിവുകളെക്കുറിച്ചും അവതാരക ക്രിസ്റ്റ്യൻ വെൽക്കർ ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നുണ്ടായ രൂക്ഷമായ തർക്കത്തിനൊടുവിലാണ് ട്രംപ് അഭിമുഖം ബഹിഷ്കരിച്ചത്. NBC ന്യൂസിന്റെ പ്രശസ്തമായ മീറ്റ് ദി പ്രസ് പരിപാടിക്കായുള്ള അഭിമുഖത്തിനിടെയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം അവിടെ അരങ്ങേറിയത്. US-ലെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടതാണെന്ന് തന്റെ മുൻ നിലപാടുകളെ ട്രംപ് അഭിമുഖത്തിൽ ശക്തമായി ന്യായീകരിച്ചിരിക്കുകയാണ്. എന്നാൽ കാലിഫോർണിയയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടെണ്ണലിനെക്കുറിച്ചും മുൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് കൃത്യമായ തെളിവ് നൽകാൻ ക്രിസ്റ്റ്യൻ വെൽക്കർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതോടെ ചർച്ച കടുത്ത വാഗ്വാദത്തിലേക്ക് വഴിമാറിയിരിക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചതിന് പിന്നാലെ ട്രംപ് തന്റെ മൈക്രോഫോൺ ഊരിമാറ്റി അവിടെ നിന്നും ഇറങ്ങി പോകുകയായിരുന്നു ചെയ്തത്. അതായത് ട്രംപിന് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നൊരു രീതിയായിരുന്നു ട്രംപ് അവിടെ എടുത്തത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളുടെ നിലവിലെ പുരോഗതിയെക്കുറിച്ചുള്ള വിശദമായ പരാമർശങ്ങൾക്ക് ശേഷമാണ് സഭയിൽ തർക്കങ്ങൾ ഉടലെടുത്തത്. മുൻ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയമായി അനാവശ്യമായി ലക്ഷ്യമിടുന്ന വിശ്വസിക്കുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ട്രംപ് വിഭാവനം ചെയ്ത $1.8 മില്യൺ ആന്റി വെപ്പൺസേഷൻ പദ്ധതിയെക്കുറിച്ച് ക്രിസ്റ്റ്യൻ വെൽക്കർ ചോദ്യം ഉന്നയിക്കുകയുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് കാലിഫോർണിയയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളിൽ വെൽക്കർ ട്രംപിനെ ശക്തമായി വെല്ലുവിളിച്ചത്. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രംപ് മുൻ പ്രസിഡന്റ് ജോ ബൈഡനും മാധ്യമങ്ങൾക്കുമെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിക്കുകയായിരുന്നു. വെപ്പണൈസേഷൻ ഫണ്ടിലൂടെ മികച്ച ഒരു കൂട്ടം ആളുകളെ തെരഞ്ഞെടുക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. തികച്ചും നിഷ്പക്ഷരും മിടുക്കരുമായ ആളുകളെ ആർക്ക് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം. അവർ ഓരോ വ്യക്തിഗത കേസുകളും കൃത്യമായി പരിശോധിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ചർച്ച മുന്നോട്ട് പോയപ്പോഴും ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഉണ്ടോ എന്ന് ഒരേ ചോദ്യത്തിലേക്ക് തന്നെ ഇരുവർക്കും വീണ്ടും മടങ്ങി വരേണ്ടി വന്നു. ട്രംപ് ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അതിനെതിരെ വ്യക്തമായ തെളിവുണ്ടോ, എന്താ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവതാരിക ചോദിക്കുമ്പോഴും ട്രംപിന് പിന്നെ ഒരു മിണ്ടാട്ടവുമില്ല. കാലിഫോർണിയയിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് US പ്രസിഡന്റ് അവതാരികയോട് തിരികെ ചോദിച്ചു. ഒരു തിരഞ്ഞെടുപ്പ് നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വിജയം പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ശരിയായ കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണ് ട്രംപ് ചോദിച്ചത്. വോട്ടെണ്ണൽ പ്രക്രിയയുടെ മന്ദഗതിയിലുള്ള പുരോഗതി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണെന്ന് വെൽക്കർ ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ്. എന്തായാലും സാധാരണഗതിയിൽ വൈറ്റ് ഹൗസിൽ എന്തെങ്കിലും ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് ട്രംപിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വലിയ പരിമിതിയുണ്ട്. കാരണം ചോദിച്ചാലും ട്രംപ് ഒന്നും പറയാറില്ല. ചിലപ്പോൾ ട്രംപ് എന്തെങ്കിലുമൊക്കെ ഒരു കോപ്പറടത്തരം കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോസ്റ്റ് കാണിച്ച് പോകുന്നതാണ് പതിവ്. അത് വലിയ രീതിയിൽ വിവാദമായി മാറാറുണ്ട്. കൂടാതെ ട്രംപിന് പറയാനുള്ളത് മാത്രമേ പറഞ്ഞിട്ട് അങ്ങനെ പോകുള്ളൂ, അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് ആദ്യമേ തന്നെ വൈറ്റ് ഹൗസും പറയുമെന്ന്. പക്ഷേ ഈ NBCയുടെ ഈ ചോദ്യ വേളയിൽ തന്നെ അവരുടെ ഒരു അഭിമുഖത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ അവതാരിക ഓരോ കാര്യങ്ങളും അക്കമിട്ട് ചോദിച്ചപ്പോഴും ട്രംപിന് തിരിച്ചു പറയാനുള്ള ഒരു ഉത്തരവില്ലായിരുന്നു. എന്തിനാണ് ഈ ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് ചോദിച്ചപ്പോഴും അതിനുപോലും വ്യക്തമായ ഒരു മറുപടി പറയാൻ ട്രംപിന് സാധിച്ചില്ല എന്നതാണ്. അവസാനം മൊത്തത്തിൽ ഇരുന്നു കൊണ്ട് അവതാരികയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ട്രംപ് തന്നെ ദേഷ്യത്തിൽ മൈക്കൂരി എറിഞ്ഞുകൊണ്ട് പോയത്.